ശബരീശ സന്നിധിയിൽ വർണ്ണവും വാദ്യമേളങ്ങളും കൊണ്ട് ഉത്സവം തീർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണപ്പകിട്ടോടെ കൊണ്ടാടിയത്. ഇന്നലെ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം 6:40 കൊടിമരത്തിന് മുന്നിൽ നിന്ന് ക്ഷേത്രം തന്ത്രി കണ്ടർ മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്ന് തുടക്കം കുറിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ലൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്രസന്നിധി വഴി തടപ്പന്തലിൽ വലം വെച്ച് 18-ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. പുലിവാഹനമേറിയ അയ്യപ്പൻ, ശിവൻ, പാർവതി, ഹനുമാൻ തുടങ്ങിയ ദേവതാരൂപങ്ങൾ സന്നിധാനത്ത് തിങ്ങി നിറഞ്ഞ ഭക്തസഹസ്രങ്ങൾക്ക് ആനന്ദക്കാഴ്ചയായി. വർണ്ണക്കാവടിയും മയൂര നൃത്തവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ KS സുദർശൻ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ H കൃഷ്ണകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ OG ബിജു, ദേവസ്വം ബോർഡ് PRO സുനിൽ അരുമാനൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർച്ചയായി 2-ാം ദിവസമാണ് ശബരിമല സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര നടക്കുന്നത്. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്ത കർപ്പൂരാഴി ഘോഷയാത്ര ഡിസംബർ 22-ന് വൈകിട്ട് സംഘടിപ്പിച്ചിരുന്നു. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടാണ് സന്നിധാനത്ത് കർപ്പൂരാഴി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. മണ്ഡലപൂജയ്ക്കായുള്ള തങ്കാങ്കി ഘോഷയാത്ര ഡിസംബർ 26-ന് വൈകിട്ട് ശബരിമലയിലെത്തും. ഡിസംബർ 27-ന് പകലാണ് മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ചുള്ള മണ്ഡലപൂജ. അതേസമയം ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1,93,634 പേരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. ഇന്നലെ മാത്രം 97,286 പേർ 18-ാം പടി ചവിട്ടി. അവധി ദിനങ്ങളായതിനാൽ തിരക്ക് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ഘട്ടം ഘട്ടമായാണ് ആളുകളെ കടത്തിവിടുന്നത്. അവധിക്കാലമായതോടെ കുട്ടികളുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ട്.